ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിൽ CPIM-നെ ED പ്രതി ചേർത്തു. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കളും ED കണ്ടുകെട്ടി. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത CPM-ന്റെ സ്വത്തുക്കളും ഇതിൽപ്പെടും. ആകെ 29.29 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അതേസമയം സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ED തന്നെ അറിയിച്ചിട്ടില്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അറിയിച്ചു. ഔദ്യോഗിക വിവരം ലഭിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത വിനീത VG ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഒപ്പം തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും വിവരങ്ങൾ നൽകും. വിനീത, നമ്മളാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഔദ്യോഗികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിൽ തുടങ്ങാം. തീർച്ചയായും വിജയകുമാർ, നേരത്തെ തന്നെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ശക്തമായ തുടർ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വത്തുവകകളടക്കം കണ്ടുകെട്ടിക്കൊണ്ട് ED മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ CPM-നെ കൂടി കരുവന്നൂർ കേസിൽ ED പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ സ്വത്തും ED കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ സ്വത്ത് MM വർഗീസിന്റെ പേരിൽ പാർട്ടി രജിസ്റ്റർ ചെയ്തതാണ്. ഇത് CPM രജിസ്റ്റർ ചെയ്ത സ്വത്താണ്. പാർട്ടി ഓഫീസിന്റെ ഭാഗമായി പാർട്ടി ഓഫീസ് പണിയുന്നതിന് മറ്റുമായി 5 സെന്റ് ഭൂമി ഇങ്ങനെ കരുവന്നൂരിൽ പാർട്ടി വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഭൂമിയാണ് ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നതെന്നാണ് നമുക്ക് ED വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ ഭൂമി CPM തന്നെ MM വർഗീസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതായിരുന്നു. ഒപ്പം തന്നെ പാർട്ടിയുടേത് ഉൾപ്പെടെയുള്ള 8 ബാങ്ക് അക്കൗണ്ടുകളും ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 73 ലക്ഷം രൂപ, ഈ 73 ലക്ഷം രൂപ പാർട്ടിയുടേതാണെന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതായത് ടോട്ടൽ 29 കോടി, അതായത് 29.29 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ED കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിൽ 73 ലക്ഷം രൂപ CPM-ന്റേതാണെന്നും ED പറയുന്നു. തുടർ നീക്കങ്ങൾ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കടുപ്പിക്കുകയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ MM വർഗീസിന് അറിയിപ്പുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ സ്വത്തുവകകളടക്കം കണ്ടുകെട്ടിക്കൊണ്ട് തുടർ നീക്കവുമായി മുന്നോട്ട് പോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ നേരത്തെ നമുക്കറിയാം. ഡൽഹി മദ്യനയ അഴിമതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ED അന്ന് ആം ആദ്മി പാർട്ടിയെ ആ കേസിൽ പ്രതി ചേർത്തത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരം ഒരു അഴിമതി കേസിൽ പ്രതി ആക്കപ്പെടുന്നത് ആദ്യമായിരുന്നു. ആ അഴിമതി പണം പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നായിരുന്നു ED കോടതിയെ അറിയിക്കുകയും അങ്ങനെ ആം ആദ്മി പാർട്ടി ആ മദ്യനയ അഴിമതി കേസിൽ പ്രതിപ്പട്ടികയിൽ വരികയും ചെയ്തു. ഇവിടെ ഒരു സാമ്പത്തിക ഇടപാട്, ഒരു കള്ളപ്പണ ഇടപാടിൽ CPM-ന്റെ പാർട്ടി ഘടകം പ്രതിയാകുന്നു. വളരെ ഗൗരവമുള്ള സാഹചര്യമാണല്ലോ. അപ്പോൾ എന്തായിരിക്കും ED അതിൻ്റെ തുടർ നടപടികൾ എന്ന നിലയിൽ നടപ്പാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ? വിജയകുമാർ, സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കരുവന്നൂരിലും നടന്നിരിക്കുന്നത്. കാരണം ഈ ബിനാമി അക്കൗണ്ടുകളിലൂടെയൊക്കെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ കമ്മീഷൻ തുക പാർട്ടി അക്കൗണ്ടുകളിലേക്ക് പോയെന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഏതൊക്കെ അക്കൗണ്ടുകളാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും EDയുടെ അന്വേഷണം എത്തി നിന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ അക്കൗണ്ടുകളിലേക്ക് കൂടുതൽ ഈ പണം എത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം പോവുക. ഈ ഘട്ടത്തിൽ ഈ പണമിടപാട് നടന്നു എന്ന് സംശയിക്കുന്ന ബാങ്കുകളിലേക്ക് ഉള്ള അക്കൗണ്ടുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ED മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 8 അക്കൗണ്ടുകൾ സമാനമായിട്ടുള്ള രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലേക്കൊക്കെ തന്നെ അനധികൃത പണമിടപാട് നടന്നുവെന്ന് EDക്ക് തെളിവുകൾ ഉൾപ്പെടെ ലഭ്യമായിരിക്കണം. അതിനെ തുടർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ പാർട്ടിക്ക് ഏതൊക്കെ തരത്തിൽ ഈ കരുവന്നൂരിലൂടെ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും EDയുടെ അന്വേഷണം നീണ്ടേക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യും. നേരത്തെ തന്നെ നിരവധി ആളുകളെ, ഈ പരാതിക്കാരെ ഉൾപ്പെടെ ED വളരെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ അക്കൗണ്ടുകളും അത് ഇങ്ങനെ വളരെ വ്യക്തമായി തന്നെ ആ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്ന പണം, ആ അക്കൗണ്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്ന പണം, ഒപ്പം തന്നെ ആ അക്കൗണ്ടുകൾ ആരുടെ പേരിലാണ്, ഇങ്ങനെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത്
ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളിലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടാണ് കരുവന്നൂരിന്റെ മറവിൽ നടന്നിരിക്കുന്നത്. പാർട്ടിക്ക് അനധികൃത അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ശരിയാണ് അനിത, അത് നേരത്തെ പുറത്തു വന്നതാണ്. വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. CPM എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പോകുന്നതെന്ന് അറിയണം. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട്. ഇന്നാളെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. പക്ഷെ ആരുടെയും പ്രതികരണങ്ങൾ വന്നിട്ടില്ല. വിനീത, ഏതെങ്കിലും നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? ഡൽഹിയിൽ CC ചേരുന്നുണ്ടല്ലോ. തീർച്ചയായും വിജയകുമാർ, ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഡൽഹിയിൽ തന്നെയാണുള്ളത്. ഒപ്പം തന്നെ മറ്റ് നേതാക്കളുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇനിയും ഔദ്യോഗികമായ ഒരു പ്രതികരണം ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ED ഇത്തരം കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ നേതാക്കൾ അവരുടെ ഒരു ഭാഗം ഈ ഘട്ടത്തിൽ പറയുമെന്ന് തന്നെയാണ് നമുക്ക് ഒരു പ്രതീക്ഷ കൂടിയുള്ളത്. കാരണം പാർട്ടിയെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് ഒരു പ്രതിരോധത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നത്. അതിനവർ സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി നേരത്തെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ സ്വത്തുവകകൾ അടക്കം കണ്ടുകെട്ടിക്കൊണ്ട് ED നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. അതിൽ ഇപ്പോൾ MM വർഗീസിന്റെ സ്വത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ 29 കോടി 29 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു ED. CPM-നെ കൂടി അതിൽ പ്രതി ചേർക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ CPM-ന് പറയാനുള്ളതെന്നാണ് ഇനി അറിയേണ്ടത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു CPM-ന്റെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലൂടെ ഇങ്ങനെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. അദ്ദേഹം ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് തയ്യാറായേക്കുമോ? ഇത് ഒരു കരുവന്നൂർ കേസിൽ നേരത്തെ താഴെത്തട്ടിലൊക്കെയുള്ള CPM പ്രവർത്തകരും നേതാക്കളുമൊക്കെ പ്രതികളാവുകയും അവർ റിമാൻഡിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിലേക്ക് പാർട്ടി പ്രതിരോധത്തിലാകുന്നതാണല്ലോ. CPM അതിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്ന സാഹചര്യം. എന്താണ് വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നൽകാൻ കഴിയുന്നത്? വിജയകുമാർ, ഒരു അസാധാരണ സാഹചര്യത്തിലൂടെയാണ് തൃശ്ശൂരിലെ CPM കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയുമായി നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചു. ഔദ്യോഗികമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. പക്ഷെ അന്നേരം പോലും, ആ സമയത്ത് പോലും അദ്ദേഹം പറയുന്നത് ഔദ്യോഗികമായി പാർട്ടിയെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരവും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അഭിഭാഷകരുമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഇതുവരെയും ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകെട്ടിയതായി സംബന്ധിച്ച് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനോ ഇതുവരെയും ഔദ്യോഗികമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് പാർട്ടി ജില്ലാ നേതൃത്വം അടക്കം ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനീത നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് കരുവന്നൂരിൽ ഈ മാപ്രാണം, അതുപോലെ തന്നെ കരുവന്നൂർ 2 ലോക്കൽ കമ്മിറ്റികളാണുള്ളത്. ഇതിൽ ചില മാധ്യമങ്ങൾ നൽകുന്ന ഒരു വാർത്തയുണ്ട്. മാപ്രാണം LC-ക്ക് കീഴിലുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ആധാരമാണ് മരവിപ്പിച്ചതെന്ന് വാർത്തകൾ പോകുന്നുണ്ട്. പക്ഷേ അത് തീർത്തും തെറ്റാണ്. പകരം കരുവന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ MM വർഗീസ് ലോക്കൽ സെക്രട്ടറി ആയതിനു ശേഷം 5 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. അത് പാർട്ടി ഓഫീസ് പണിയുന്നതിന് വേണ്ടിയാണ് വാങ്ങിയത്. അത് സ്വാഭാവികമായ ഒരു ലോക്കൽ കമ്മിറ്റി സ്ഥലം വാങ്ങുന്ന സമയത്ത് അതാത് കാലത്തുള്ള ജില്ലാ സെക്രട്ടറിമാരുടെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്യാറുള്ളത്. ആ ഭൂമിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുള്ളത്. പക്ഷേ CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തെ സംബന്ധിച്ച് സാധാരണ പ്രവർത്തകരിൽ നിന്ന് പോലും പണം പിരിച്ചു വാങ്ങിയ ഭൂമിയാണ് ED കണ്ടുകെട്ടിയതെന്നുള്ളതാണ് പ്രാദേശിക നേതൃത്വം ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായും നടക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വേട്ടയാണ്, ED-യുടെ വേട്ടയാണ് നടക്കുന്നത് എന്നുള്ളതാണ് CPM ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തുന്നത്. അത് പ്രാദേശിക നേതൃത്വത്തിൽ മാത്രമാണ്. ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചോ ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചോ ഔദ്യോഗികമായിട്ട് ഇതിൽ ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നു. പക്ഷേ അത് CPM കണക്കുകൂട്ടിയതാണ്. കാരണം AC മൊയ്തീന്റെ വീട്ടിൽ മണിക്കൂറുകൾ നീളുന്ന രാപ്പകലില്ലാതെ നടത്തിയ റെയ്ഡുകളുണ്ട്. ആ സമയത്തെല്ലാം തന്നെ അതിനുശേഷം ED ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. അതിൽ പറയുന്നുണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പ് എന്നുള്ളതായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് തന്നെ പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അന്ന് തുടങ്ങി തന്നെ CPM കണക്കുകൂട്ടിയതാണ്. അത് ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടല്ല ED-യുടെ ഈ നീക്കങ്ങൾ എന്നുള്ളത് അന്ന് CPM വിലയിരുത്തിയിരുന്നു. പകരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന നീക്കം എന്നുള്ളതായിരുന്നു CPM ഈ സംഭവം
സംഭവങ്ങളെ എല്ലാം വിലയിരുത്തുന്ന അത്തരത്തിൽ തന്നെയാണ് ഈ നീക്കങ്ങൾ പോകുന്നത്. കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഇതിന്റെ ചൂടാറും എന്ന കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതെല്ലാം അപ്രായോഗികമാവുന്നു. CPM എങ്ങനെ കണക്കുകൂട്ടിയോ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് CPM-നെ സംബന്ധിച്ച് പറയുന്നത് കൃത്യമായി ഈ അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ ആദായ നികുതി വകുപ്പിനെ ധരിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന നീക്കം അത് ഈ ആദായ നികുതി വകുപ്പിനടക്കം നൽകിയ വിവരങ്ങൾക്കപ്പുറം അതൊരു രാഷ്ട്രീയ വേട്ടയുടെ കണക്കെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിനോട് ചേർന്നുള്ള ഒരു ബാങ്കിൽ റെയ്ഡ് നടക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് CPM പറഞ്ഞിരുന്നത് അതിൽ നൽകിയ നമ്പറുകൾ, അതായത് ഈ ചില രേഖകൾ നൽകിയിരുന്നു. ആ രേഖകൾ വന്ന ക്രമക്കേട് അത് സ്വാഭാവികമായും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നതല്ല, പകരം അത് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ്. പാൻ നമ്പറിൽ വന്ന ഒരു വീഴ്ച, ആ വീഴ്ചയുടെ പേരിലായിരുന്നു അന്ന് CPM-ന്റെ അക്കൗണ്ടുകൾക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായത്. അന്നും പാർട്ടി പറഞ്ഞിരുന്നത് അത് ഈ പാൻ നമ്പറിൽ വന്ന ഒരു വീഴ്ചയായിരുന്നു, ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി. അത്തരത്തിലൊരു രാഷ്ട്രീയ വേട്ട എല്ലാ ഘട്ടത്തിലും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് CPM ഈ ഘട്ടത്തിലും വിലയിരുത്തുന്നത്. ഇടി നീക്കം തികച്ചും രാഷ്ട്രീയപരമാണ് എന്നൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. പക്ഷേ ഔദ്യോഗികമായി അക്കൗണ്ട് മരവിപ്പിച്ചതോ സ്വത്ത് കണ്ടുകെട്ടിയതോ ആയി ബന്ധപ്പെട്ടുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനടക്കം വിവരം ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചതിന് ശേഷം മാത്രമേ CPM നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ ഈ വിഷയത്തിൽ പ്രതികരിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ കരുതലോടെയുള്ള പ്രതികരണമായിരിക്കും CPM-ൽ നിന്നുണ്ടാവുക. സമാനതകളിൽ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെ ED പ്രതി ചേർത്തിരുന്നു. അതിനുശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-നെ കൂടി ED പ്രതി ചേർക്കുന്നു. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കൾ ED കണ്ടുകെട്ടുന്നു. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത CPM-ന്റെ സ്വത്തുക്കൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 29 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് അങ്ങനെ കണ്ടുകെട്ടിയത്. ബാങ്ക് അക്കൗണ്ടുകൾ അതിൽ ഉൾപ്പെടുന്നു. ആ അക്കൗണ്ടിലുള്ള പണം അതിൻ്റെ ഭാഗമായി കണ്ടുകെട്ടുന്ന സ്വത്തിനൊപ്പം ചേരുന്നു. ED ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് CPM ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ ചേരുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. വിനീത വിജിയും സുരേഷ് സജിയുമാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂറിൽ നമ്മൾ ഈ വാർത്തയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രളയ തലസ്ഥാനം മഴ ദുരിതത്തിൽ വലഞ്ഞ രാജ്യ തലസ്ഥാനം. രൂക്ഷമായ വെള്ളക്കെട്ടിൽ ഗതാഗതം താറുമാറായി. വസന്ത് വിഹാറിൽ നിർമ്മാണത്തിലുള്ള കെട്ടിടം തകർന്ന് കുടുങ്ങിയ തൊഴിലാളികളെ ഇനിയും പുറത്തെത്തിക്കാനായിട്ടില്ല. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഡൽഹി സർക്കാർ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനപ്പെട്ട വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമെല്ലാം വെള്ളം കയറി. 2 ദിവസം തുടർച്ചയായി പെയ്ത മഴയാണ് മഹാനഗരത്തെ മുക്കിയത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കഴിഞ്ഞ 88 വർഷത്തിലെ ഏറ്റവും ശക്തമായ മഴയിൽ ഡൽഹിയിലെ ജനജീവിതം താറുമാറായി. കനത്ത മഴയിൽ വസന്ത് വിഹാറിലെ നിർമ്മാണത്തിലുള്ള കെട്ടിടം തകർന്ന 3 തൊഴിലാളികൾ കുടുങ്ങി. 3 തൊഴിലാളികളും താമസിച്ചിരുന്ന കുടിൽ പൂർണ്ണമായും 12 അടി താഴ്ചയിലേക്ക് നിലം പതിച്ചു. അപകടത്തിന് പിന്നാലെ ഭീതിയിലാണ് പരിസര നിവാസികളും. ഹസ്രത്ത് നിസാമുദ്ദീൻ, സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനുകൾ മണിക്കൂറുകളോളം നിശ്ചലമായി. ആസാദ് മാർക്കറ്റ് റോഡിലെ വെള്ളക്കെട്ടിൽ മുങ്ങിയ ബസ് യാത്രികരെ സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. ഡൽഹി മന്ത്രി അതിഷി, MP-മാരായ ശശി തരൂർ, രാം ഗോപാൽ യാദവ് എന്നിവരുടെ വീട്ടിൽ വെള്ളം കയറി. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹവും ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. വെള്ളക്കെട്ടിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ വ്യത്യസ്തമായ പ്രതിഷേധവുമായി BJP കൗൺസിലർ രവീന്ദർ സിംഗ് നേഗി രംഗത്ത് വന്നു. ജമ്മു കശ്മീരിൽ മേഘവിസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. ഹിമാചൽ പ്രദേശ്, അസം, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. ടീം 24 ഡൽഹി. ഡൽഹിയിലെ വസന്ത് വിഹാറിൽ അപകടം നടന്ന് 11 മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാദൗത്യത്തിൽ പുരോഗതിയില്ല. വെള്ളം പമ്പ് ചെയ്ത് മാറ്റുകയാണ്. തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം രാത്രിയിലും തുടരുകയാണ്. R. അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഇന്ന് പുലർച്ചെ 5:30 ഞാൻ നിൽക്കുന്ന വസന്തി വിഹാറിൽ ഇത്തരമൊരു അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടം, ആ കെട്ടിടത്തിനോട് ചേർന്നുണ്ടായിരുന്ന 3 തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം ശക്തമായ മഴയെ തുടർന്ന് ഇതിന് സമീപത്തുണ്ടായിരുന്ന മരം കടപുഴകി ഈ നിർമ്മാണ തൊഴിലാളികൾ താമസിച്ചിരുന്ന കുടിലിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. തുടർന്ന് ആ കുടിൽ പൂർണ്ണമായി തകർന്ന് 12 അടി താഴ്ചയിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് ഈ 12 അടി നിർമ്മാണത്തിലിരുന്ന ഈ കെട്ടിടം, ആ ഭാഗങ്ങളിൽ നിറഞ്ഞ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ട് ഒഴുക്കി വിടുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി പുരോഗമിക്കുന്നത്. നേരത്തെ വൈകിട്ടോടുകൂടി 2 മോട്ടോറുകൾ ഈ വെള്ളം ഒഴുക്കി വിടുന്നതിനായി ഇവിടെ കൊണ്ടുവന്നെങ്കിലും അവ കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല. അങ്ങനെ രക്ഷാപ്രവർത്തനം വൈകിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിനുശേഷം വലിയ മോട്ടോർ സംവിധാനങ്ങൾ ഈ വെള്ളം ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. തുടർന്ന് അത്തരം നടപടികളിലേക്ക് രക്ഷാ ദൗത്യം കടക്കുകയുണ്ടായി. NDRF സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ദൗത്യം പുരോഗമിക്കുന്നത്. നിലവിൽ ഈ കുഴിയിലേക്ക് പതിച്ച കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഈ ചെറിയ കുടിലിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും രക്ഷാ ദൗത്യത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഈ വെള്ളക്കെട്ട് തന്നെയാണ്. അത് ഒഴുക്കി വിടുവാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം വൈകിയതിൽ ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതായത് കാര്യമായ പുരോഗതി ഇതിലുണ്ടായിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്. കാരണം ഏതാണ്ട് 13 മണിക്കൂറിലേറെയായി 3 പേരും ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചതായി നാട്ടുകാർ തന്നെ ആരോപിക്കുന്നുണ്ട്. എന്നാലും രക്ഷാപ്രവർത്തന ദൗത്യം പുരോഗമിക്കുകയാണ്. NDRF സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ദൗത്യം പുരോഗമിക്കുന്നത്. വരുന്ന മണിക്കൂറുകൾ അത് നിർണായകമാണ്. ഉടൻ തന്നെ ഇവരെ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് ദൗത്യ സംഘം നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. എന്തായാലും വെള്ളക്കെട്ട് മാറ്റിയ ശേഷം ചെളി നീക്കം ചെയ്തായിരിക്കും 3 പേരെയും പുറത്തെടുക്കുക എന്നുകൂടി NDRF സംഘം അറിയിക്കുന്നുണ്ട്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം അച്യുതൻ, 24 ഡൽഹി. യെസ്, 3 തൊഴിലാളികളാണ് അതിൽ കുടുങ്ങിയത്. ഏതാണ്ട് 12-13 മണിക്കൂറായി അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ കാര്യമായ പുരോഗതി ഇല്ല എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ ശക്തമായ മഴയിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് വീണ് ഒരാൾ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. നിർമ്മാണത്തിലെ അപാകതയും മോദി സർക്കാരിന്റെ അഴിമതിയുമാണ് അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ആരോപിച്ചു. പുലർച്ചെ 5 മണിയോടെയാണ് ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂര തകർന്നു വീണത്. ശക്തമായ കാറ്റും മഴയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ റൂഫ് ഷീറ്റും സ്പോട്ട് ബീമുകളും തകർന്നു. വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മേൽക്കൂര തകർന്നു വീണത്. പാർക്ക് ചെയ്തിരുന്നതുൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഒരാൾ മരിച്ചു. 6 പേർ നിലവിൽ ചികിത്സയിലാണ്. NDRF സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപയും ചികിത്സയിലുള്ളവർക്ക് 3 ലക്ഷം രൂപയും വീതം നൽകും. അപകടത്തിന് പിന്നാലെ മോദി സർക്കാരിനെ വിമർശിച്ചും പരിഹസിച്ചും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. മേൽക്കൂര തകർന്നു വീണതിന് പിന്നിൽ നിർമ്മാണത്തിലെ അപാകതയും മോദി സർക്കാരിന്റെ അഴിമതിയുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. സംഭാവന വാങ്ങി കോർപ്പറേറ്റുകൾക്ക് ബിസിനസ് നൽകുന്ന BJP മാതൃകയുടെ പ്രതിഫലനമാണ് ഇത്തരം തകർച്ചകളെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. എന്നാൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കെട്ടിടമല്ല തകർന്നു വീണതെന്നും 2009 തുറന്നു നൽകിയ കെട്ടിടമാണ് തകർന്നതെന്നും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മനോഹർ നായിഡുവിന്റെ മറുപടി. എയർപോർട്ട് അധികൃതരും വ്യോമയാന മന്ത്രാലയവും സംഭവത്തിൽ അന്വേഷണം നടത്തും. ടെർമിനൽ 1 സർവീസ് നടത്തേണ്ട വിമാനങ്ങൾ ടെർമിനൽ 2 3 മാറ്റി. 24 ഡൽഹി. ആലപ്പുഴ മാവേലിക്കര വഴുവാടിയിൽ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര ഇളകി വീണ് 2 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളായ ആനന്ദൻ, സുരേഷ് എന്നിവരാണ് മരിച്ചത്. നിർമ്മാണത്തിലിരുന്ന കാർ പോർച്ചിന്റെ തട്ട് പൊളിക്കുമ്പോഴായിരുന്നു അപകടം. വൈകിട്ട് 2:30 അതിദാരുണമായ അപകടം. വീടിനോട് ചേർന്ന് പുതുതായി നിർമ്മിക്കുന്ന കാർ പോർച്ചിന്റെ തട്ട് പൊളിക്കാനാണ് നിർമ്മാണ തൊഴിലാളികൾ എത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു പോർച്ചിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തത്. തട്ട് പൊളിക്കാൻ തൊഴിലാളികൾ മുകളിലേക്ക് കയറിയ സമയം മേൽക്കൂര തകർന്നു വീണു. ഇതോടെ കൂടെയുണ്ടായിരുന്ന ഒരാൾ ചാടി രക്ഷപ്പെട്ടു. എന്നാൽ മേൽക്കൂരയ്ക്കടിയിൽപ്പെട്ട ആനന്ദനും സുരേഷും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. നിർമ്മാണത്തിലെ അപാകതയാണോ, മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ
പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 ആലപ്പുഴ. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും മഴ ദുരിതം തുടരുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പൊട്ടിയ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാർ. ഇപ്പോൾ മരിച്ച ബാബുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. മഴയ്ക്ക് താൽക്കാലിക ശമനം. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് പല ഭാഗത്തും തുടരുകയാണ്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ചാല സ്വദേശി സുധീഷ് മരിച്ചു. രാത്രി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കോഴിക്കോട് മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളം ഒഴിയുന്നില്ല. ചാലിയാർ, ചെറുപുഴ, ഇരുവഴഞ്ഞിപ്പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. കൂരാച്ചുണ്ടിൽ മണ്ണിടിഞ്ഞു. നേരത്തെ 8 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്താണ് വീണ്ടും അപകടം. വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. വൃഷ്ടിപ്രദേശത്ത് മഴ മാറാത്തതോടെ പാലക്കാട് മംഗലം ഡാം തുറന്നു. ചെറുകുന്നം പുഴയരികിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചുമാറ്റി. നെയ്യാറ്റിൻകരയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി നടൂർക്കൊല്ല സ്വദേശി ബാബുവിന് ദാരുണാന്ത്യം. ദിവസങ്ങൾക്ക് മുൻപ് തെങ്ങ് മറിഞ്ഞു വീണ് പൊട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ലൈൻ പൊട്ടിയത് KCB അറിയിച്ചിട്ടും സമയത്ത് ജീവനക്കാർ എത്താത്തതാണ് അപകടത്തിനിടയാക്കിയതെന്നാരോപിച്ച് നാട്ടുകാർ മൃതദേഹവുമായി KCB ഓഫീസ് ഉപരോധിച്ചു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന തീരുമാനത്തെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. അനാസ്ഥയുണ്ടോ എന്ന് പരിശോധിച്ച് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകി. നീലഗിരി കുണ്ടംപുഴയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. തോട് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു കാട്ടാനക്കൂട്ടം. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. സംസ്ഥാന സർക്കാർ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. P. ജയരാജനും മകനുമെതിരായ വെളിപ്പെടുത്തൽ സർക്കാർ ഗൗരവമായി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ചട്ടപ്രകാരം അനുവദിക്കാനാവില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. മനു തോമസിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. അതിനിടെ മനു തോമസിന് സംരക്ഷണം നൽകുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ അറിയിച്ചു. P. ജയരാജൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്കെതിരായ മനു തോമസിന്റെ തുറന്നുപറച്ചിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന വിഷയം പക്ഷേ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി സ്പീക്കർ നിരസിച്ചു. ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് AN ഷംസീർ. ശ്രീ സണ്ണി ജോസഫും മറ്റംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാന്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 നോട്ടീസ് നിരസിച്ചിരിക്കുന്നു. മനു തോമസിന്റേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണെന്നും വിഷയം സർക്കാർ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടപിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതിനിടെ P. ജയരാജനെതിരായ ആരോപണങ്ങളിൽ മകൻ ജെയിൻ രാജ് മനു തോമസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. അപകീർത്തി പരാമർശങ്ങളിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനു തോമസിനും വീടിനും സ്ഥാപനങ്ങൾക്കും പോലീസ് സംരക്ഷണം ഒരുക്കാനും തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദത്തിൽ മുൻ MLA KK ലതികയെ ന്യായീകരിച്ച സർക്കാർ. വർഗീയതയെ എതിർക്കുന്ന പോസ്റ്റാണ് ലതിക ഇട്ടതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പോസ്റ്റർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയാക്കി. സഭയെ ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ബാർ കോഴയിൽ തെളിവില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി മന്ത്രി MP രാജേഷ് പറഞ്ഞു. വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദം ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഭരണപക്ഷത്തെ ഒരു മുൻ MLA ഈ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടതായി പ്രതിപക്ഷം ആരോപിച്ചു. KK ലതികയെ പൂർണ്ണമായും പിന്തുണച്ചായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MP രാജേഷിന്റെ മറുപടി. വർഗീയതയ്ക്കെതിരായ പോസ്റ്റാണ് KK ലതികയുടേത്. തുടർന്ന് KK ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ മന്ത്രി MP രാജേഷ് വായിച്ചു. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച ശേഷം അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്.
അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം ഭരണപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചതോടെ സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം. അങ്ങ് പറയൂ, സമയം കളയണ്ട, അങ്ങ് പറഞ്ഞോ. ചോദ്യോത്തരവേളയെ ദുരുപയോഗപ്പെടുത്താൻ മന്ത്രിയും ഭരണപക്ഷാംഗങ്ങളും ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ചോദ്യോത്തരവേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ്. ബാർക്കോഴ സംബന്ധിച്ച് ലഭിച്ച പരാതിയിൽ കഴമ്പില്ലെന്ന അന്വേഷണത്തിൽ വ്യക്തമായതായി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. 7 പേരുടെ മൊഴിയെടുത്തു. കോഴ നൽകാനായി പണപ്പിരിവ് നടന്നതായി കണ്ടെത്താനായില്ലെന്നും മന്ത്രി എം പി രാജേഷ്. 24 തിരുവനന്തപുരം. ശിക്ഷാ ഇളവ് തേടി ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിലെ പ്രതിയും അന്തരിച്ച CPM നേതാവുമായ P.K. കുഞ്ഞനന്ദന്റെ ബന്ധുക്കളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികളാണ് സുപ്രീം കോടതിയിലെത്തിയത്. ഹൈക്കോടതി നിർദ്ദേശിച്ച ശിക്ഷയിലെ ഇളവാണ് ആവശ്യം. അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നീ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ സുപ്രീം കോടതിയെ സമീപിച്ചവരിൽ ഉൾപ്പെടുന്നു. 12 വർഷമായി ജയിലിലാണെന്ന് പ്രതികൾ ഹർജിയിൽ അറിയിച്ചു. ശിക്ഷാ ഇളവ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബുവും KK കൃഷ്ണനും ആവശ്യപ്പെടുന്നതും ശിക്ഷ ഇളവാണ്. തങ്ങളെ വിചാരണ കോടതി വസ്തുത ബോധ്യപ്പെട്ട് വെറുതെ വിട്ടതാണെന്ന് ഇരുവരും ഹർജിയിൽ വിവരിക്കുന്നു. ഹൈക്കോടതി വിശദമായി തങ്ങളുടെ ഹർജി പരിശോധിച്ചിട്ടില്ല. കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് കുഞ്ഞനന്ദന്റെ കുടുംബവും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കുഞ്ഞനന്ദൻ കുറ്റവാളിയാണെന്ന കണ്ടെത്തൽ റദ്ദാക്കണമെന്നാണ് ആവശ്യം. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വലിയ വിവാദമായതിന് പിന്നാലെയാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് ED. CMRL ജീവനക്കാരുടെ പരാതി അപക്വമാണ്. CMRLനെതിരായ ECIR റദ്ദാക്കാനാകില്ലെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു. മാസപ്പടി കേസിൽ ED അന്വേഷണത്തിനെതിരെ CMRL കമ്പനി ജീവനക്കാർ നൽകിയ ഹർജിയിലായിരുന്നു EDയുടെ മറുപടി. CMRLനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തെളിവുള്ള പശ്ചാത്തലത്തിലാണ് ECIR രജിസ്റ്റർ ചെയ്തതെന്നും ED വ്യക്തമാക്കി. കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL നൽകിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട്. CMRLന്റെ കണക്കുകൾ പലതും വ്യക്തമല്ലെന്നും ED കോടതിയെ അറിയിച്ചു. കേസ് അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. പാർലമെന്റിലെ വളരെ പ്രധാനപ്പെട്ട ചില നടപടികളിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. ചോർന്ന ചോദ്യത്തിന് ഉത്തരമില്ല. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റ് സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ചർച്ച യാഥാർത്ഥ്യമാകാതെ സഭാ നടപടികളോട് സഹകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയതിനെ ചെയർമാൻ ജഗദീപ് ധൻഖർ വിമർശിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. Who are present in the well, I will be constant to name the members. സംഘർഷഭരിതമായിരുന്നു ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇന്നത്തെ അന്തരീക്ഷം. ചോദ്യചോർച്ചാ വിഷയത്തിലെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ പരിഗണിച്ച അധ്യക്ഷന്മാർ അവയ്ക്ക് അവതരണാനുമതി നിഷേധിച്ചു. ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധമാണ് തുടർന്ന് അരങ്ങേറിയത്. രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലായിരുന്നു നടുത്തളത്തിലെ പ്രതിഷേധം. നടുത്തളത്തിലിറങ്ങിയ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നടപടിയെ ചെയർമാൻ രൂക്ഷമായി വിമർശിച്ചു. പ്രതിപക്ഷം രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ഭയാശങ്കകളാണ് വിവരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വ്യക്തമാക്കി. സഭയിൽ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് വിഷയം ഉന്നയിക്കുന്നതിനിടെ ഓഫാക്കിയതായി കോൺഗ്രസ് പരാതിപ്പെട്ടു. That there is huge amount of corruption and we simply cannot continue like this. Also, the students want a resolution quickly. So the idea behind the discussion was that we get a resolution to this issue because crores and crores of people, their family members are in pain. They don't know what is going to happen in the future and it's important that we give them clarity. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സമ്മേളന നടപടികൾ ലോക്സഭയിൽ തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. രാജ്യസഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. നീറ്റ് പരീക്ഷ അടക്കമുള്ള സമ്പ്രദായങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി.
പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു. ചർച്ചകളോട് മുഖം തിരിക്കുന്നതല്ല സർക്കാർ സമീപനമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇപ്പോൾ മറ്റൊരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നും AM ആരിഫ് ദുർബല സ്ഥാനാർത്ഥിയാണ് എന്നും വിമർശനമുയർന്നു. KC വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നു. തോൽവിയിൽ വെള്ളാപ്പള്ളി നടേശന് പങ്കില്ലെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് മനീഷ്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പരാമർശമുണ്ടായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും കഴിഞ്ഞ MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴയിലെ പ്രതിനിധികൾ അത് അംഗീകരിക്കുന്നില്ലല്ലോ. എന്താണ് നേതൃയോഗത്തിൽ ഉയർന്ന വിമർശനങ്ങളും പരാമർശങ്ങളും? വിജയകുമാർ, ആലപ്പുഴയിലെ തോൽവി സംബന്ധിച്ച് നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കം പങ്കെടുക്കേണ്ട യോഗത്തിലാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനമുള്ളത്. മേൽക്കമ്മിറ്റിയുടെ തീരുമാനങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിമർശനമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനത്തെ അടക്കം പിന്നാക്ക പട്ടിക വിഭാഗങ്ങൾ വിട്ടുനിന്നത്, പാർട്ടിയുമായി വിട്ടുനിന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷമായി വിട്ടുനിന്നത് വെള്ളാപ്പള്ളിക്ക് പങ്കുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ചില നിലപാടുകളൊപ്പം തന്നെ ആലപ്പുഴയിൽ എടുത്ത ചില തീരുമാനങ്ങൾ ഒക്കെ തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു വിലയിരുത്തൽ വെള്ളാപ്പള്ളി നടേശന് പങ്കില്ല. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വെള്ളാപ്പള്ളി നടേശന് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. മലബാറിലടക്കം പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് കൊണ്ടല്ലല്ലോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആലപ്പുഴയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ പറഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകളുണ്ട്. ആ 2 ഗ്രൂപ്പിലെ ഈ നേതാക്കന്മാരെല്ലാവരും വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ധനകാര്യ വകുപ്പിനെയും ആരോഗ്യ വകുപ്പിനെയും വിമർശിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറിയിൽ വിമർശനമുണ്ട്. അതിലുപരി സ്ഥാനാർത്ഥിയായിട്ടുള്ള AM ആരിഫിനെ നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടറിയേറ്റിന് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായം AM ആരിഫ് വേണ്ട, പകരം ഒരു ശക്തനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒന്നുകിൽ തോമസ് ഐസക്കോ അല്ലെങ്കിൽ G സുധാകരനെ വേണമായിരുന്നു എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. തോമസ് ഐസക്കിനെ പത്തനംതിട്ട മത്സരിപ്പിച്ചു. തന്നെ G സുധാകരനെ അനുനയിപ്പിക്കുന്നതിനടക്കം വലിയ പാളിച്ച സംഭവിച്ചു എന്നുള്ള അടക്കമുള്ള വലിയ വിമർശനമുണ്ട്. ഇനി നാളെയും മറ്റന്നാളുമാണ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ. അതിൽ ഈ വിമർശനങ്ങളിലടക്കം കൂടുതൽ ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ ജില്ലയിലെ പല വിഷയങ്ങളിലടക്കം ഇന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഈ സംസ്ഥാന നേതൃത്വത്തിനെതിരായ വിമർശനം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ വലിയ പാളിച്ച തന്നെയാണ് ഏറ്റവും വലിയ വിമർശനമായി ജില്ലാ സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. വിജയകുമാർ. യെസ്, KC വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്നാണ് ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശന് തോൽവിയിൽ പങ്കില്ല. വടക്കൻ കേരളത്തിലടക്കം വോട്ട് കുറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ നിലപാട് കാരണമാണോ എന്ന ചോദ്യവും പ്രതിനിധികൾ ഉയർത്തി. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൊടും ക്രൂരതയുടെ വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഡൽഹിയിൽ 10 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അയൽവാസികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങേയറ്റം നടുക്കമുളവാക്കുന്ന ഒരു കൊടും ക്രൂരതയുടെ വിവരങ്ങളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, തീർത്തും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടലുണ്ടാക്കുന്ന, മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 10 വയസ്സുകാരിയായ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ആ മൃതദേഹം തല തകർന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഡൽഹി നരേല സെക്ടർ 26 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:45 ഈ പെൺകുട്ടിയെ കാണാതായതായി വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതി നൽകിയത് രാത്രി 12:30 വീട്ടുകാർ സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ച് പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തി. പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെ ഒരു പ്ലോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹത്തിന്റെ തല തകർന്ന നിലയിലായിരുന്നു. കല്ല് ഉപയോഗിച്ച് ആണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ പെൺകുട്ടിയെ കാണാതായ സമയത്തിന് അല്പസമയത്തിന് ശേഷം സമീപവാസിയായ
രാഹുൽ എന്നയാളോടൊപ്പം ഈ പെൺകുട്ടിയെ കണ്ടിരുന്നു എന്ന് നാട്ടുകാർ ചിലർ അറിയിച്ചു. ഈ പെൺകുട്ടിയെ മോമോസ് നൽകിയാണ് ഇയാൾ കൂടെ കൂട്ടിക്കൊണ്ടുപോയത് എന്നും തുടർന്ന് ഈ ക്രൂരകൃത്യത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ 2 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. രാഹുൽ, ദേവദത്ത് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇവർ 2 പേർക്കും പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാവുക എന്നും നിലവിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ 2 പേരുമാണ് പ്രതികൾ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോക്സോ, കൊലപാതകം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, പെൺകുട്ടിയുടെ അയൽവാസികളായ രാഹുൽ, ദേവദത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്തു നിന്ന് മുംബൈക്ക് പുറപ്പെട്ട വിസ്താര വിമാനത്തിൽ വ്യാജ ബോംബ് ഭീഷണി. വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ശുചിമുറിയിൽ എഴുതി വെച്ചായിരുന്നു ഭീഷണി. പരിശോധനയിൽ സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല. വൈകിട്ട് 3 മണിയോടെ മുംബൈയിൽ ലാൻഡ് ചെയ്ത വിമാനത്തിലാണ് ഭീഷണി സന്ദേശം കണ്ടെത്തിയത്. ശുചിമുറിയിൽ എഴുതിവെച്ച ഭീഷണി സന്ദേശം ക്യാബിൻ ക്രൂവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വിമാനത്താവളത്തിൽ വിവരമറിയിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി. യാത്രക്കാരെ ഇറക്കി പരിശോധിച്ചു. വിമാനത്തിലെ ലഗേജുകളും മറ്റും അരിച്ചുപെറുക്കി. എന്നാൽ സംശയകരമായ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരാണ് എഴുതിവെച്ചത് എന്നതിനെപ്പറ്റി വ്യക്തതയില്ല. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് പറഞ്ഞുവിട്ടത്. സുരക്ഷാ പരിശോധനകൾ നീണ്ടതിനാൽ വിദേശത്തേക്ക് പോകാനെത്തിയ പലർക്കും കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ കിട്ടിയില്ല. കൊൽക്കത്തയിൽ നിന്നും പൂനെയിലേക്കുള്ള എയർ ഏഷ്യ വിമാനത്തിനു നേരെയും ഇന്ന് വ്യാജ ബോംബ് ഭീഷണിയുണ്ടായി. 24 മുംബൈ. അങ്കമാലി താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ചിത്രീകരണം നടത്തിയതിനെതിരെ കേസെടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അനുമതി നൽകിയത് എന്ന് ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. വിഷയത്തിൽ ആരോഗ്യമന്ത്രിയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നടന്നത്. അർദ്ധരാത്രിയിൽ നടന്ന ഷൂട്ടിംഗ് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അത്യാഹിത വിഭാഗത്തിൽ ലൈറ്റുകൾ ഉൾപ്പെടെ അണച്ചായിരുന്നു സിനിമാ ചിത്രീകരണമെന്ന് ദൃക്സാക്ഷികൾ. അത്യാഹിത വിഭാഗത്തില് ലൈറ്റുകൾ അണച്ചിട്ട് വരെ ഇവിടെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും ബാക്കിയുള്ളവരുടെ പ്രൈവസിയെ വരെ ഹനിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിങ്ങിന് അനുമതി നൽകിയെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. DMOയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 7 ദിവസത്തിനകം വിശദീകരണം നൽകണം. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും റിപ്പോർട്ട് തേടി. അതേസമയം ചിത്രീകരണത്തിന് വേണ്ടി പണമടച്ച് അനുമതി വാങ്ങിയിരുന്നതായി സിനിമയുടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആശുപത്രിയിലെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. 24 കൊച്ചി. ഇന്ന് രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന വാർത്തയിൽ ചില കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ വഴിത്തിരിവ്. തിളച്ച ചായ കുട്ടിയുടെ ദേഹത്തൊഴിച്ചത് മുത്തശ്ശനല്ലെന്ന് പോലീസ് കണ്ടെത്തി. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് ഇക്കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതോടെ കസ്റ്റഡിയിലെടുത്തിരുന്ന മുത്തശ്ശൻ വിജയകുമാറിനെ അന്വേഷണ സംഘം വിട്ടയച്ചു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം. കുരായണം. നമസ്കാരം.